യമനിലെ തടവിൽ കിടക്കുന്ന നിമിഷപ്രിയയെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നു. കാന്തപുരം അബൂബക്കർ മുസലിയാർ അവിടുത്തെ സൂഫി പണ്ഡിതനുമായിട്ട് ചർച്ച നടത്തുന്നു. കേന്ദ്ര ഗവൺമെൻറ് അവരുടെ ലെവലിൽ ചർച്ച നടത്തുന്നു. അതിനിടയിൽ ഇവിടെ ഭയങ്കര തർക്കം. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകൾ പറയുന്നു, ഞങ്ങളാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്, ഈ സൂഫി പണ്ഡിതനൊന്നും ചെയ്തിട്ടില്ല. മറ്റ് ഫോൾഡറുകൾ എടുത്ത് നോക്കുമ്പോൾ സൂഫിയാണ് എല്ലാം ചെയ്തത്, ഗവൺമെൻറ് ഒന്നും ചെയ്തിട്ടില്ല. ഇതിനിടയ്ക്ക് ഇൻ്റർനാഷണൽ സംഘടനകൾ രംഗത്ത് വരുന്നു, ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നു. നിർഭാഗ്യവശാൽ ഇതൊക്കെ സോഷ്യൽ മീഡിയ ആണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ഇതെല്ലാം തള്ളിമറിക്കുന്നത് FBയിലും ഇൻസ്റ്റഗ്രാമിലുമാണ്. അങ്ങനെ FBയിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ തള്ളിമറിച്ച് ആ കുടുംബത്തെ വളരെ മോശമായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിൻ്റെ തലാൽ എന്ന് പറയുന്ന മരിച്ചുപോയ അല്ലെങ്കിൽ ഈ ജീവൻ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിമിഷപ്രിയ കൊല ചെയ്ത തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്താർ മഹദി BBC-യിൽ കൊടുത്തൊരു അഭിമുഖത്തിലും അതുപോലെ അദ്ദേഹം ഫേസ്ബുക്കിലും ഒക്കെ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങളുടെ ഫാമിലി ഇതിന് അനുകൂലമല്ല. ദയാഹർജിക്കാവട്ടെ, മോചിപ്പിക്കുന്നതിനാവട്ടെ, നിരതദവിയൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ അള്ളാഹു പറഞ്ഞിരിക്കുന്നതനുസരിച്ച്, ഞങ്ങളുടെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കുക എന്നുള്ളതേ ഉള്ളൂ. അവർ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഒരാളിനെ കൊല്ലാമോ, എന്ത് തെറ്റ് എൻ്റെ സഹോദരൻ ചെയ്തെങ്കിലും കൊലപാതകം ചെയ്യാമോ? മാത്രമല്ല വളരെ ക്രൂരമായാണ് കൊലപാതകം ചെയ്ത് വേറെ രൂപത്തിലേക്കൊക്കെ കൊലപാതകം ചെയ്തിരിക്കുകയാണ്. കൊന്നതിന് ശേഷവും ഒരുപാട് പല രൂപത്തിൽ ആ ഡെഡ് ബോഡിയെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ ഇതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് കുടുംബത്തിനകത്ത് പല അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസം നിലനിന്നപ്പോഴാണ് സൂഫി പണ്ഡിതൻ്റെ നേതൃത്വത്തിലൊക്കെ ഉള്ള അവിടുത്തെ ഇടപെടലുകളും ഇന്ത്യ ഗവൺമെൻറ് ഇടപെടലുകളും അബൂബക്കർ മുസ്ലിയാർ ഇടപെടലുകളും ഇതെല്ലാം കൂടെ ചേർത്ത് നിമിഷപ്രിയയുടെ അമ്മ യമനിൽ ഇപ്പോൾ ഉണ്ട്. അവർ അവിടുത്തെ ഡയറക്ടറേറ്റിന് ഒരു പരാതി കൊടുത്തു, ഇത് പുനഃപരിശോധിക്കണമെന്ന്. അങ്ങനെയാണ് തൽക്കാലം ഇത് മരവിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ മരവിപ്പിക്കുമ്പോൾ തന്നെ ഇവിടെ കച്ചവടം തുടങ്ങിയ ആളുകൾ വലിയ ബഹളം കാണിച്ചു. ഇപ്പം ഇത് കച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള നിലയിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. മലയാളി അങ്ങനെയാണ്, ആവശ്യമുള്ള കാര്യത്തിലും ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ചർച്ച ചെയ്തും കുറച്ച് പേര് കാന്തപുരത്തിനെ ഉയർത്തി പറയുന്നു, കുറച്ച് പേര് രാഷ്ട്രീയമായി നോക്കുമ്പോൾ കാന്തപുരത്തിനെ തള്ളിപ്പറയുന്നു, കുറച്ച് പേർ കേന്ദ്ര ഗവൺമെൻറ് ഉയർത്തി പറയുന്നു, കുറച്ച് പേർ ആ കുടുംബത്തെ മോശമാക്കി പറയുന്നു. എന്നാലും ഇങ്ങനെ ഒരു സ്ത്രീ അവിടെ ഇത്രയും വർഷം ജയിലിൽ ഇട്ടേക്കാവോ എന്നൊക്കെ പറഞ്ഞ് അവർ ചെയ്ത തെറ്റിനെ കൂടി ന്യായീകരിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ വരുന്നു. ഇതെല്ലാം ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ വന്നത് ഈ സഹോദരൻ്റെ കയ്യിലും കുടുംബത്തിൻ്റെ കയ്യിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെന്തായാലും വളരെ സ്ട്രോങ് ആയി നിൽക്കുകയാണ്, ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല എന്നുള്ളത് നിൽക്കുകയാണ്. അതുകൊണ്ട് ചർച്ച തുടരുകയാണ്. അതുകൊണ്ട് ഇപ്പോഴും വീണ്ടും അനിശ്ചിതത്വം, ഈ സഹോദരൻ്റെ ഈ പ്രഖ്യാപനം കൂടെ വന്നപ്പോൾ ഉള്ള പ്രകാശത്തിൽ ഒരു അനിശ്ചിതത്വം വന്നിട്ടുണ്ട്. ഇനി എന്താണ് ഈ കരിനിഴൽ മാറുമോ എന്നുള്ളത് വരും ദിവസങ്ങൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും ചർച്ച അവിടെ നടക്കുകയാണ്. ഇന്ന് നടക്കേണ്ടിയിരുന്ന വധശിക്ഷ എന്തായാലും നീട്ടിവെച്ചിട്ടുണ്ട്, അത് മരവിപ്പിച്ചിട്ടുണ്ട്, തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി എന്താണെന്ന് അറിയില്ല. പക്ഷേ സഹോദരൻ പറയുന്നത്, തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്താർ മഹദി പറയുന്നത് കൃത്യമായി അവരെ തൂക്കിലേറ്റിയേ പറ്റൂ, അല്ലെങ്കിൽ വധശിക്ഷ കൊടുത്തേ കഴിയൂ എന്നുള്ളതാണ്. എന്താണ് സംഭവിക്കുകയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ തള്ളുന്നവർ കുറച്ചൊന്ന് തള്ളൊന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും.